തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം തന്നെ വളരെ വേഗത്തിൽ വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട് പയ്യപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടു. ചാലുഗഡ പനച്ചിൽ അജി എന്നയാളാണ് കൊല്ലപ്പെട്ടത്. വീടിന്റെ മതിൽ തകർത്തുവന്ന ആന മുറ്റത്തു വെച്ചാണ് അജിയെ ആക്രമിച്ചത്. കർണാടക സർക്കാർ പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയാണ് ആക്രമിച്ചത്. ആ ദാരുണമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഉണ്ടാവുന്നത്. അവിടെ നിന്നും നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് കാണാം. അത് നിങ്ങൾ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ ആരും തല്ലിക്കൊല്ലല്ല. ഞങ്ങളുടെ ചത്തുപോയത് ഞങ്ങളുടെ കൂടപ്പുറപ്പാ. കാട്ടിക്കരി മലമുറിക്കാരെല്ലാം ഞങ്ങളുടെ അടുക്കുമ്പോ എല്ലാം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോഴേ അല്ലെങ്കിൽ അവിടെ നിൽക്കുമ്പോഴാണ് ആന വന്ന് ചവിട്ടി കാട്ടിക്കാരിട്ടാണ്. ഓക്കെ സർ, ഒരു കുഴപ്പമില്ല. സാധാ പോലീസുകാരാണല്ലോ കുറുക്കമ്മൂല ഇപ്പോൾ ഉള്ളത്. ആന വന്നിട്ടുണ്ട് ഇവിടെ. ആന വന്ന് പോലീസുകാർ എന്ത് ചെയ്യാൻ പറ്റും? ആളെ കൊണ്ട് നിങ്ങൾ ഇത്രയും കളക്ടർ ഇല്ല, ഡിഎംഒ ഇല്ല. കഴിഞ്ഞ ആഴ്ച ആന വന്ന പാറേക്കാലിലെത്തിയ കളക്ടർ 20 മിനിറ്റോടെ കളക്ടറിനോട് പോയി. ജനങ്ങളുടെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. നമുക്കതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സ്വാഭാവികമാണ്, കാരണം വയനാട് വലിയ വന്യമൃഗ ആക്രമണം നേരിടുന്ന ഇടമാണ്. കടുവയുടെ ശല്യം, കടുവ ജനജീവിതത്തിന് ദുസ്സഹമാവുന്ന സാഹചര്യം. ആനയിറങ്ങുന്നു. കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പന്റെ വാർത്തകൾ വന്നതിന് തൊട്ട് പിന്നാലെയാണ് കർണാടക റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരു ആന കൂടി ഇവിടേക്ക് വരുന്നത്. ഈ സംഭവം നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്താൻ അടിയന്തര യോഗം ചേരും. കൂടുതൽ ദൗത്യ സംഘത്തെ അയച്ച് ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കുമെന്നും ആനയെ കാട്ടിലേക്ക് തിരികെ അയക്കാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്നും മന്ത്രി അല്പസമയം മുമ്പ് വ്യക്തമാക്കി. വളരെ ഉത്കണ്ഠക്കും വേദനക്കും പ്രതിഷേധത്തിനും ഇടയാക്കിയ സംഭവവികാസങ്ങളാണ് വയനാട് മേഖലയിലെ കർഷകരുടെ ഇന്നത്തെ അനുഭവമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്തകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സ്വാഭാവികമായും ഒരു ജനസമൂഹം എന്നുള്ള നിലയിൽ അവർ പ്രതിഷേധിക്കുന്നതിനെ കുറ്റപ്പെടുത്താൻ നമുക്കാർക്കും സാധ്യമല്ല. അത്രയും ഗുരുതരമായ അവസ്ഥയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് സമാനമായ രീതിയിൽ ഒരു തണ്ണീർക്കൊമ്പൻ, കർണാടകയുടെ കോളർ ID ഘടിപ്പിച്ച തണ്ണീർക്കൊമ്പൻ വയനാട് മേഖലയിൽ വരികയും ഒടുവിൽ അത് ദാരുണമായി മരിക്കുകയും ചെയ്ത സംഭവമാണ് നമ്മുടെ മുമ്പിൽ മറ്റൊരു ഉദാഹരണം നിലനിൽക്കുന്നത്. ഇത്തവണയും അതേ രൂപത്തിലുള്ള ആനയാണ് വന്നതെങ്കിലും അന്ന് തണ്ണീർക്കൊമ്പൻ ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. ഇത് വന്നു കയറിയ ഉടനെ തന്നെ ഒരു വീട്ടിലെ മുറ്റത്ത് മതിൽ തകർത്ത് കടന്നു ചെന്ന് ഗൃഹനാഥനെ ചവിട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. അതൊരു വലിയ നഷ്ടം തന്നെയാണ്. ഈ ഘട്ടത്തിൽ ഈ കാട്ടാനയെ എന്ത് ചെയ്യണം എന്നതാണ് ആദ്യമായി ആലോചിക്കാനുള്ളത്. മയക്കുവെടി വെച്ച് പിടികൂടി ഉൾക്കാട്ടിലേക്ക് അയക്കണമോ എല്ലാ ആനപരിപാലന കേന്ദ്രത്തിൽ കൊണ്ടുപോയി ചികിത്സിക്കണമോ എന്നൊരു പ്രശ്നമുണ്ട്. ഇത് സംബന്ധിച്ച തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കൂടിയാലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. അതിന് കാലതാമസം ഉണ്ടാവുകയില്ല. വയനാട്ടിലെ കർഷക സമൂഹം നേരിടുന്ന പ്രശ്നം സംബന്ധിച്ച്, ഗുരുതരാവസ്ഥയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ രാവിലെ സംസാരിച്ചു. അവിടെ സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇടപെടും എന്നാണ് അദ്ദേഹം എന്നെ അറിയിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറോടും
പോലീസ് മേധാവിയോടും സംഭവസ്ഥലത്ത് ചെല്ലാനും അവിടുത്തെ പ്രതിഷേധിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരം ഉണ്ടാക്കാനുള്ള അടിയന്തര ശ്രദ്ധയാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റ് സാങ്കേതിക വിഷയങ്ങളൊക്കെ പരിശോധിച്ച് പറയേണ്ട കാര്യങ്ങളാണ്. അത് ആ ഘട്ടത്തിൽ പറയാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്ന് എത്തിയ സമയം അങ്ങനെ ഒരു അല്ലാതെ നല്ല പുലർച്ചെയാണെന്നാണല്ലോ നമുക്ക് കിട്ടിയുള്ള റിപ്പോർട്ട്. പുലർച്ചെയാണ് സംഭവം ഉണ്ടാകുന്നതെന്നാണ്. പിന്നെ ഇതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു കടുവയിറങ്ങി വനം വകുപ്പ് ജീവനക്കാരനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഭീതിജമായ ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയിക്കേണ്ട. അതിനെ ചെറുതായി കാണാൻ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളും അതിനെ ചെറുതായി കാണാനല്ല ശ്രമിക്കുന്നത്. ഒരു സംഭവം ഉണ്ടാവുമ്പോൾ മന്ത്രിയുടെ സ്വാഭാവിക പ്രതികരണം